ഹായ് ഹലോ. ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും പഠിച്ചാൽ കൊള്ളാന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. എങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്, എങ്ങനെ സമയം വ്യക്തമായിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്ര സമയം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഏത് വിഷയമോ അല്ലെങ്കിൽ ഏത് ജോലിക്ക് പോകുന്ന ആളായിക്കോട്ടെ, നിങ്ങളിൽ 10 മണിക്കൂർ സമയമുണ്ടോ, 8 മണിക്കൂർ സമയമുണ്ടോ, 4 മണിക്കൂർ സമയമുണ്ടോ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സമയത്തിന് എങ്ങനെ വേണം ടൈം ടേബിൾ ആക്കി മാറ്റാൻ. അതിന് നമ്മൾ ആദ്യം ഏതൊക്കെ സെക്ഷൻസ് എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ളത് മാത്സ് ആണ്. ഏറ്റവും ബുദ്ധിമുട്ട്, ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആള്, നമ്മളെ വിജയത്തിൽ എത്തിക്കാൻ പോകുന്ന ആള് ഒന്ന് മാത്സ്. രണ്ടാമത്തെ ആള് റീസണിങ്. മാത്സിന് വന്നിട്ട് 25 മാർക്ക്, റീസണിങ്ങിന് വന്നിട്ട് 30 മാർക്ക്. എന്ത് മനസ്സിലായി? 55% ഇവരാണ്. പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഇവരാണ്. സോ നിങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 55% അവർക്ക് വേണ്ട സമയം കൊടുത്തിരിക്കണം. അടുത്ത ആൾ വരുന്നു ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ജനറൽ സയൻസിന് വരുന്നു 25 മാർക്ക്. അടുത്ത നമ്മുടെ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയറും കൂടി കൂട്ടി 20 മാർക്ക്. ഇതാണ് പാറ്റേൺ. ഇനി നിങ്ങൾ തന്നെ പറ, എത്ര സമയം ആർക്കൊക്കെ കൊടുക്കണം? നിങ്ങൾ തന്നെ പറ, എത്ര സമയം ആർക്ക് കൊടുക്കണം? നിങ്ങൾക്കറിയാം, എൻ്റെ കയ്യിലുള്ള സമയത്തിന്റെ 100% അല്ലെങ്കിൽ എൻ്റെ 10 മണിക്കൂറാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഞാൻ ജനറൽ അവയർനെസ്സിന് 20% മാർക്ക് മാത്രമുള്ള 20 മാർക്ക് മാത്രമുള്ള ജനറൽ അവയർനെസ്സിന് എത്ര സമയം കൊടുക്കണം? മാത്സിന് എത്ര സമയം കൊടുക്കണം? റീസണിങ്ങിന് എത്ര സമയം കൊടുക്കണം? ജനറൽ സയൻസിന് എത്ര സമയം കൊടുക്കണം? ആലോചിച്ച് നോക്കുക. മാത്സ്, റീസണിങ് 50% വെയിറ്റേജ് ഉള്ള ആൾക്ക് മിനിമം നിന്റെ സമയത്തിന്റെ 40% കൊടുക്കണം. അടുത്തത് ജനറൽ അവയർനെസ്, കാട് കയറി കിടക്കുന്ന ടോപ്പിക്കാ. അതിൽ കറണ്ട് അഫെയറും കൂടെ വരുന്നുണ്ട്. ജനറൽ അവയർനെസ്സിനും കറണ്ട് അഫെയറിനും കൂടി കൂട്ടി 15% സമയം ജനറൽ അവയർനെസ്സിനും 15% സമയം എന്തിനാ? ജനറൽ അവയർനെസ്സിനും കറണ്ട് അഫെയറിനും രണ്ടുപേർക്കും 15 വെച്ച് കൊടുത്തു. ഇനിയുള്ള ആള് ജനറൽ സയൻസ് 40 മുകളിൽ 30 70% സമയം. ബാക്കി സമയം സയൻസിന് കൊടുക്കുക. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. 70% സമയം കൊടുക്കാൻ പോകുന്ന ഈ ആൾക്കാർ, ഇവരാണ് നമ്മളെ വിജയത്തിൽ എത്തിക്കാൻ പോകുന്നത്. 70% സമയം നമ്മൾ കൊടുക്കുന്നു, ഇവർ നമുക്ക് 70% മാർക്ക് തരുന്നു, നമ്മൾ അവർക്ക് വേണ്ട സമയം കൊടുക്കുന്നു. ജനറൽ അവയർനെസ് കടല് പോലെ കിടക്കുന്നത്, എന്തും ചോദിക്കാം. അവർക്ക് നമ്മൾ കുറച്ച് സമയമേ കൊടുക്കുന്നുള്ളൂ, വഴി തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ടൈം ടേബിൾ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ലോജിക്ക് ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതും ഇങ്ങനെ തന്നെയായിരിക്കും. CCയോടൊപ്പം കൂടുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.